പറ ഹലോ ഗൈസ്, കബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ശരി ഞങ്ങളുടെ ഓക്കെ കയറി നോക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും കബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഹലോ ഗൈസ്, കാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ 13 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ല അതിന് മുമ്പ് ഞാനിപ്പോൾ ഉള്ളത് എല്ലാ വട്ടവും ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ മഹാനായ 2 വ്യക്തികളെ കാണാൻ വേണ്ടി അല്ലേ അതെ ഇവിടെ വന്നിട്ടാണ് എപ്പോഴും തുടക്കം. അപ്പോൾ 13 ദിവസമായി ഞാനിപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ അമ്പുവാജി മേളയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയം കാമാക്കിയിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോരാനുള്ള ഒരു ഇതിലേക്കായിരുന്നു. 13-ാം തീയതി ഞാൻ ജൂലൈ 13 അവിടെ നിന്ന് ഞാൻ കയറി 15-ാം തീയതി ഇവിടെ എത്തി. എന്ന് പറഞ്ഞാൽ ഇന്നലേക്ക് ഞാൻ അങ്ങോട്ട് എത്തി. അത് കഴിഞ്ഞ് 2 ദിവസം കണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നിട്ടുണ്ടെങ്കിൽ ഞാനും അനുവേട്ടയും കൂടി ശ്രീകാന്തൻ്റെ അടുത്ത് തോന്നുന്നു. ശ്രീകാന്തനെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്തനെ പറ്റി. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പോകണേണ്. അപ്പോൾ അവിടെ സ്ലൈസ് ഉണ്ട്. കിട്ടിയാട്ടെ എന്താണ് നിങ്ങളൊരു കല്ല് പിടിക്കുമ്പോൾ അതെ ഇല്ല റണ്ണിങ് ആണ്. പറയൂ എന്തെങ്കിലുമൊക്കെ പറയൂ. നല്ലൊരു വ്യക്തിയാണ്. അച്ഛൻ പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനും അനുവേട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. കുറേ ദിവസം ഇത്ര ദിവസം വ്ളോഗ് സമയം ഏതൊരു ബിഗ് ബോസ് ഇത്രയും ദിവസം വ്ളോഗ് ചെയ്യാത്ത പറഞ്ഞാൽ എനിക്കൊരു എന്തോ ആ ഒരു സാധനം വരുന്നില്ല. സാധനം ഞാൻ ഉണ്ടാക്കിയെടുക്കണം ഇനി. അപ്പോൾ നമുക്ക് നേരെ ശ്രീകാന്തിന്റെ വിളിച്ചിട്ട് കാണാം. ചേട്ടാ ഹെൽമെറ്റ് എടുക്കുന്നേ സെക്കൻഡേ. അപ്പൂസ ഹെൽമെറ്റ് ഒന്ന് എടുത്തരോടാ. കുറേ വിളിച്ച് വ്ളോഗ് ചെയ്തിട്ട് തന്നു. പോട്ടുരാ നേരെ നമ്മൾ ശ്രീകാന്തൻ്റെ വീട്ടിൽ പോകണം. ശ്രീകാന്തനെ ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം ശ്രീകാന്തേട്ടൻ, അനൂപേട്ടൻ, ഞാൻ, അർജു, ഉണ്ണി, ആദർശേട്ടൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളാണ് ഒരു കമ്പനി അല്ലേ ഏട്ടാ? ഞങ്ങളെ കമ്പനി എന്തേട്ടെ ഡീക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ശ്രീകാന്തൻ്റെ അടുത്ത് പോകാം. ശ്രീകാന്തനെ കാണിച്ചിട്ട് ഞാൻ വ്ളോഗ് ചെയ്തുതരാം. അപ്പോൾ അതൊരു പുള്ളിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ ലൈഫിൽ ഇവരെല്ലാവർക്കും ഒരു വലിയ പാർട്ടുണ്ട്. കാരണമാണ് ഇവരെല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതെ ഓട്ടോട്ട്. ഹലോ ഗൈസ്, അപ്പോൾ എന്നെപ്പോഴും കാണാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ശ്രീകാന്തനെ കാണാൻ പറ്റും. ആ കാണുന്ന ലൈറ്റ് ആ റൂട്ട് പോയിട്ടാണ് നമ്മൾ കണ്ടക്കടവരായിട്ട് കയറും. നേരെ എന്നിട്ടുണ്ടെങ്കിൽ കണ്ടക്കടവ് റോഡ് ഇടും. ഇത് കണ്ടക്കടാവ് പോകുന്ന വഴി തന്നെ റൈറ്റ് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഹരക്കാനായിട്ട് കുറേ ടീമുണ്ടല്ലേ? ഹരിക്കാണാവോ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കേട്ടെ. ഇത് എന്ത് ടവറാണ്? പാരീസിലുള്ള സാധനത്തിൻ്റെ പേര് എന്ത് ടവറാണ്? ഐഫിൽ ടവർ. ആ അതിന് യൂട്യൂബ് ലൈവാണ്. പറയാറില്ല ഓരോ ഇവന് നമ്മുടെ സ്റ്റോറി എടുത്തിട്ട് അങ്ങനെ കണ്ടോ? രാജു കിട്ടല്ലേ? ആൾക്കാരെ കാണാൻ പറ്റും. ഇൻട്രൊഡ്യൂസ് നീ പറ. ഞാൻ പറഞ്ഞ ശരിയാത്തില്ല. പറയൂ. കർണൻ, ഭഗത് സിംഗ്. ഇതാണ് ശ്രീകാന്തൻ.
അല്ലേ? ടോണി കോൺഗ്രസ് അശ്മാൻ പിന്നത് ഇത് ശ്രേയസ്. എന്തെന്നെ പിന്നെ സുഖം? അക്കരെ പുഴയിൽ ഒരുപാട് മീനുണ്ട്. ഞങ്ങളുടെ കൂടെ മീൻ പിടിക്കാൻ വരാമോ? സിനിമ ഉണ്ടോ? അവിടെ എന്തേട്ടാ പരിപാടി? എന്താ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ സംബന്ധിച്ച് ഒരു സംഭാവനയുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ്. എന്താ മോളെ ആസാനോട് ഇത്തിരി വണ്ടി വരും. ഞാൻ പറയണ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാ മതി ചേട്ടാ. എന്താ മോളെ പേടിക്കല്ലേ വണ്ടിക്ക് എന്ത് പേടിയാ മോളെ? അയ്യോ പോവാം. എങ്ങോട്ടായിട്ട് പോണം? എങ്ങോടാ? കമ്പോസ്റ്റിന്റെ കുഴിയിലൊക്കെ വെട്ടി മുങ്ങിക്കണം. അവിടെ ആരും ജയിച്ചിട്ട് വരും. അവരങ്ങനെ അവര് ചതിക്കില്ല. നേരെ പോണല്ലേ ശ്രീധരനാക്കാൻ പോണല്ലേ? ഓക്കെ ഗൈസ്, അതാണ് ശ്രീകാന്തേട്ടൻ, അതാണ് ശ്രേയസ്. ഞാൻ ജസ്റ്റ് അവരൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്കീമായിരുന്നു അല്ലേ? അതാണ് അവസ്ഥ. അതാ ഞാൻ മിക്കപ്പോഴും ഇരുട്ടുന്ന വീഡിയോ എടുക്കും. എന്താ സംഭവം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരുട്ടാൻ പറ്റും. ഈ ഓണടിച്ച് കളിക്കുന്നേട്ടെ. അപ്പോൾ ജസ്റ്റ് ഇവരെ കാണാതെ ഈ വീഡിയോ അത്ര ഇഷ്ടമായിട്ട് എനിക്ക് ഈ വ്ളോഗ് അത്ര സ്പോൺസർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷേ ഇവരെ കാണണം, ഇവരെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നു. ഞാനും വിജയനായിട്ട് വിളിച്ചത് ഇത് സ്പോൺസർ ചെയ്യുന്നത് അപ്പൊ ഓക്കെ, അതായിരുന്നു. ഇനിയിപ്പോ ചേട്ടനെ ഞാനും കൂടി വീട്ടിൽ ചെല്ലും. ഉടന്ന് ഞാൻ പിന്നെ അവിടെ വന്നിട്ട് വീട്ടിൽ പോകും. ഇതാണ് ഇന്നത്തെ ജസ്റ്റ് ചെറിയ വ്ളോഗാണെന്ന് പോലും എനിക്കറിയില്ല. ഇവരെ കാണാൻ വേണ്ടി ഇറങ്ങി. അത്രയോടും പാതിരാത്രി വിളിക്കണമല്ലോ എപ്പോഴും. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് അല്ലേ ഏട്ടാ? ഞാൻ തീർച്ചയായിട്ടും എന്നാ കിടന്നിട്ടുണ്ടോ? അടച്ചിട്ടേക്കല്ലേ? ഞാൻ പോണോ ഏട്ടാ? ചേട്ടാ പോണേട്ടെ. ഓക്കെ എന്നാ, ഇത് വ്ളോഗായിട്ട് നാളെ വരും. പോട്ടെ കേട്ടാ? പോണോ മലയാളി? വീട്ടിൽ വന്ന് കയറാനായിട്ട് മണി ഇപ്പോൾ 12 മണിയായി. ഇറങ്ങാൻ പോയിട്ട് വന്നപ്പോൾ ഇപ്പം എനിക്ക് ആട്ടുമ്പും കിട്ടും. അല്ല ഹായ് പോച്ചിരുന്ന് നോക്കി അടിപൊളി. ഹായ് മമ്മ. അയച്ചേ വീഡിയോ എടുക്കാറൊന്നും പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ ഓരോ സ്ഥലത്തും ചെറുത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ശരി, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.